നമസ്കാരം. ജനുവരി 15-ന് തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി മിഹിർ താമസിച്ചിരുന്ന ഫ്ളാറ്റിന്റെ 20ാം നിലയിൽ നിന്ന് ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ ന്യായീകരണവുമായി ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതർ. ആത്മഹത്യയ്ക്ക് കാരണം സ്കൂളിലെ പ്രശ്നങ്ങളാണെന്ന് കണ്ടെത്താനായിട്ടില്ലെന്ന് സ്കൂൾ അധികൃതർ. മിഹിറിന് ഏതെങ്കിലും തരത്തിലുള്ള പീഡനമേറ്റതായോ റാഗിംഗ് നടന്നതായോ അധ്യാപകരോ സഹപാഠികളോ സമ്മതിച്ചിട്ടില്ല എന്നും സ്കൂൾ അധികൃതർക്ക് നടപടിയെടുക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകളോ മൊഴികളോ ആവശ്യമാണെന്നും എന്നാൽ ഇതേവരെ നടത്തിയ അന്വേഷണത്തിൽ ഇത് ലഭിച്ചിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. മിഹിറിന്റെ രക്ഷിതാക്കൾക്ക് അയച്ച കത്തിലാണ് സ്കൂൾ അധികൃതരുടെ ഇത്തരത്തിലുള്ള ഒരു വിശദീകരണം. മിഹിർ ആത്മഹത്യ ചെയ്തതിനു ശേഷം മാത്രമാണ് റാഗിംഗ് നടന്നതായി കാണിച്ച വിദ്യാർത്ഥിയുടെ അമ്മ പരാതി നൽകിയതെന്നും അതിനു മുമ്പ് ഇത്തരത്തിലൊരു പരാതി നൽകിയിട്ടില്ലെന്നും സ്കൂൾ അധികൃതർ പറയുന്നു. മിഹിറിന്റെ അമ്മ നൽകിയ പരാതി തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസിന് കൈമാറിയിരുന്നു. പരാതി ലഭിച്ച ശേഷം മിഹിറിന്റെ സഹപാഠികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും മൊഴിയെടുത്തിരുന്നു. ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പരാമർശിക്കുന്ന പേരുകളും മിഹിറിന്റെ അമ്മ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഏതെങ്കിലും ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പേര് പരാമർശിച്ചതുകൊണ്ട് മാത്രം അവർക്കെതിരെ നടപടിയെടുക്കാനാവില്ലെന്നും അവർ വിദ്യാർത്ഥികളാണെന്ന കാര്യം പരിഗണിക്കേണ്ടതുണ്ട് എന്നുമാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. സ്കൂൾ അധികൃതർക്ക് നടപടിയെടുക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകളോ മൊഴികളോ ആവശ്യമാണെന്നും എന്നാൽ ഇതേവരെ നടത്തിയ അന്വേഷണത്തിൽ അത് ലഭിച്ചിട്ടില്ലെന്നുമാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അതേസമയം അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ എടുക്കാൻ പോലീസോ പൊതുവിദ്യാഭ്യാസ വകുപ്പോ നിർദ്ദേശിച്ചാൽ അത് എടുക്കുമെന്നും അധികൃതർ വിശദീകരിക്കുന്നു. എറണാകുളം കളക്ട്രേറ്റിൽ നടത്തിയ മൊഴിയെടുപ്പിൽ മിഹിർ പഠിച്ച ഗ്ലോബൽ പബ്ലിക് സ്കൂളിനോടും മുൻപ് പഠിച്ചിരുന്ന ജെയിംസ് മോഡേൺ അക്കാദമിയോടും NOC ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും ഇവർ സമർപ്പിച്ചിട്ടില്ലെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S ഷാനവാസ് വ്യക്തമാക്കിയിരുന്നു. ഇതിന് കുറച്ച് സമയം കൂടി അനുവദിക്കും. അതിനുശേഷം തുടർ നടപടിക്കായി സർക്കാരിലേക്ക് ശുപാർശ ചെയ്യും. CBSE ആയാലും ICSE ആയാലും കേരളത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്നതിന് മുൻപ് സംസ്ഥാന സർക്കാരിന്റെ NOC ആവശ്യമാണ്. ഇതൊഴിവാക്കി സംസ്ഥാന സർക്കാർ ഇതുവരെ അനുവാദം നൽകിയിട്ടില്ലെന്നും S ഷാനവാസ് പറഞ്ഞു. മിഹിർ മറ്റു വിദ്യാർത്ഥികളിൽ നിന്ന് ക്രൂരമായ പീഡനമാണ് ഏറ്റുവാങ്ങിയതെന്നും ക്ലോസറ്റിൽ തല താഴ്ത്തി വെപ്പിച്ച് ഫ്ലഷ് ചെയ്യുന്നതടക്കമുള്ള പീഡനം അനുഭവിച്ചിരുന്നുവെന്നും കുട്ടിയുടെ അമ്മ പറഞ്ഞിരുന്നു. ഇതിനു പുറമെ നിറത്തിന്റെ പേരിലും കുട്ടി കളിയാക്കലിന് വിധേയനായെന്നും ആരോപണം ഉയർന്നിരുന്നു.